നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 17. ഇന്നലെ മുതൽ തിരുവനന്തപുരത്ത് നിന്ന് രാത്രി 8:55 മംഗലാപുരത്തേക്ക് പോകുന്ന എക്സ്പ്രസ് ഉത്കൃഷ്ട കോച്ച് നിന്ന് LHPയിലേക്ക് മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മംഗലാപുരത്ത് നിന്ന് മുംബൈ ലോകമാന്യ തിലകിലേക്ക് പോകുന്ന മത്സ്യഗന്ധ എക്സ്പ്രസ് ഇന്ന് മുതൽ LHP ആവുകയാണ്. അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. സമയം 9 മണിയായേ. കണ്ണൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന പാസഞ്ചർ വരികയാണ്. ഇതിൻ്റെ തൊട്ട് പുറകെ തന്നെ നമ്മുടെ ട്രെയിൻ ഉണ്ട്. മംഗലാപുരം ഭാഗത്തേക്ക് പോകേണ്ടവർക്കൊക്കെ ഇതിന് കയറി പോവാം. ചെറിയ പൈസയല്ലേ ഉള്ളൂ. ഇതിൽ അത്യാവശ്യത്തിന് നല്ല തിരക്കുണ്ട്. ചെറിയ വണ്ടിയാണ്. അതുപോലെ തന്നെ ഇപ്പം നിലവിൽ ഈ നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ നീളം കൂട്ടിയിട്ടുണ്ട്. നേരത്തെ ഇവിടം വരെയാണ് ഉണ്ടായത്. ഇപ്പം അവിട്ടം വരെ ആയിട്ടുണ്ട്. ഇവിടെ മറ്റൊരു ട്രെയിൻ കൂടെ വരുന്നുണ്ട്. ബാംഗ്ലൂരിലെ SMVT ബംഗളൂരിൽ നിന്ന് കണ്ണൂരേക്ക് പോകുന്ന എക്സ്പ്രസ്. അതും ഇതാ കടന്നു വരികയാണ്. ട്രെയിൻ നമ്പർ 16347 നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1 ഇതാ കടന്നു വരികയാണ്. വിജയവാഡ ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള WP4 ആണ് ലോക്കോമോട്ടീവ്. മംഗളൂരു എക്സ്പ്രസ്. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത് ഇതിൻ്റെ S1 സ്ലീപ്പറിൽ. S1 ഇതാ ഈ മുന്നിൽ തന്നെയാണ്. അണ്ടർസേർഡിൻ്റെ തൊട്ട് പുറകിൽ. സൈഡിൽ ഓവറും സൈഡ് അപ്പറാണ്. 79ഉം 80ഉം. നീലേശ്വരത്ത് 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത്. എല്ലാം പുതിയ കോച്ചുകൾ തന്നെയാണ്. കോച്ചിൻ്റെ കാര്യമൊക്കെ നമുക്ക് മംഗലാപുരം എത്തിയതിനു ശേഷം പറയാം. കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നായ കാഞ്ഞങ്ങാട്. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ ട്രെയിൻ വന്നത് 2-ന്. 9:36 ട്രെയിൻ അങ്ങനെ ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 2024 മേഡ് കോച്ചാണിത്. റെഡ്മോൺ ബീച്ചാണ് തൊട്ട് മുന്നിലായി കാണുന്നത്. പക്ഷെ എന്ത് ഭംഗിയല്ലേ, വെട്ടിത്തിളങ്ങുന്ന കോച്ചുകൾ. ട്രെയിൻ ഇപ്പോൾ കോട്ടിക്കുളം സ്റ്റേഷനിലേക്ക് എത്തിയേ. ഈ സ്റ്റേഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ നടുഭാഗത്തൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. നമുക്കത് ഇവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കും. കേരളത്തിലെ കുറച്ച് റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ ഇങ്ങനെ ഉണ്ട്. ഈ ഭാഗത്താണ്. ഡബിൾ ക്രോസിംഗ്.
ട്രെയിൻ ഇപ്പോൾ കാസർഗോഡ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ റെനോവേഷനാണ്. സ്റ്റേഷൻ്റെ ഇവിടെയുള്ള വർക്കുകളൊക്കെ നമുക്ക് കാണാം. കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും വലിയ റെനോവേഷൻ വരുന്നത് ഇവിടെയാണ്. ഈ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്താൻ അനൗൺസ്മെന്റ് ടോട്ടലി മാറി. ഇവിടെയാണ് റിട്ടയർ റൂമൊക്കെ വരുന്നത്. എല്ലാവരും വീഡിയോ എടുക്കുന്നു, കാരണം ഇത് ഇന്ന് മുതലാണല്ലോ ഓടാൻ തുടങ്ങിയത്. ട്രെയിൻ ഇപ്പോൾ കുമ്പള സ്റ്റേഷനിലെത്തി. ഇവിടെ 2 മിനിറ്റ് ഉണ്ടായിരുന്നു സ്റ്റോപ്പ്. ഇവിടെ നെയിം ബോർഡിൽ നമുക്ക് കന്നഡ കൂടെ കാണാം. കന്നഡ, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്. ട്രെയിൻ അങ്ങനെ മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ S8 കോച്ചിൻ്റെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണോ പോകുന്നത്? അറിയില്ല. മംഗളൂരു സെൻട്രൽ. എന്താ ഭംഗിയില്ലേ ഈ ഒരു ആൽക്ക കാണാൻ. നീലേശ്വരത്ത് നിന്നും 78 കിലോമീറ്റർ യാത്ര ചെയ്ത ട്രെയിൻ ഇതാ മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 10:50 വെസ്റ്റ് കോസ്റ്റ്. ഞങ്ങൾ ട്രെയിനിൻ്റെ ഏറ്റവും പുറകിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഇതാ മംഗളൂരു എക്സ്പ്രസ്. അതായത് ഇപ്പോൾ വന്ന ആ ട്രെയിനിൻ്റെ ബോർഡ്. ഇതിൻ്റെ മറ്റൊരു ഭാഗത്തുള്ളതാണ് ഇതാ മത്സ്യഗന്ധ എക്സ്പ്രസിൻ്റെ ട്രാക്ക് ഷെയറിങ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റ് കോച്ചുകളുടെ ഭാഗത്തേക്ക് നമുക്ക് പോവാം. അനൗൺസ്മെന്റ് ആണ്. ഈ കാണുന്നത് ലേഡീസ് ആണ്. ഒരു സെപ്പറേറ്റ് കോച്ച് തന്നെയുണ്ട് ലേഡീസിന്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു അൺറിസർവ്ഡ് കോച്ച്. എല്ലാം പുതിയ കോച്ച് തന്നെയാണ്. ഇതിൻ്റെ ജനറൽ ഇവിടെ ക്ലീനിങ് ഒക്കെ ഉണ്ട്, കാരണം മത്സ്യഗന്ധയായിട്ട് പോകണമല്ലോ. അടിപൊളി തന്നെയാണ്. പിന്നെ ഇത് കഴിഞ്ഞാലും പിന്നെ A to സെക്കൻഡ് AC ആണ്.
പിന്നെ A1. എല്ലാം നല്ല കോച്ചുകളാണ്, അതാണ് മെയിനായിട്ട് പറയേണ്ടത്. നമ്മുടെ പഴയ ഉത്കൃഷ്ട കോച്ച് ഉണ്ടാകുമ്പം 3rd AC എക്കണോമി ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ M1 M2 ഉണ്ട്. അതായത് സ്ലീപ്പർ കുറച്ചിട്ടാണ് 3rd AC എക്കണോമി വന്നത്. M1 ഉണ്ട്, M2 ഉണ്ട്, പിന്നെ 4 3rd AC. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ സ്ലീപ്പറായി. ഇനി സ്ലീപ്പർ ക്ലാസിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇതാ S3. തിരുവനന്തപുരത്തിൻ്റെ അവിടെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അതൊക്കെ ഉണ്ട്. പിന്നെ മംഗളൂരിൻ്റെ ഇവിടെ ഒരു ബീച്ചിൻ്റെതാണെന്ന് തോന്നുന്നത് ഈ ഭാഗത്ത്. അപ്പോൾ ഇവിടെ നല്ലതാണ്. ഈ കോച്ചും 2024 മേഡ് തന്നെയാണ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് കയറാം. സ്ലീപ്പർ ക്ലാസ്സിൻ്റെ അകംഭാഗം നമ്മൾ കണ്ടില്ലല്ലോ. കയറിയ ഉടനെ തന്നെ ഇവിടുത്തെ വാഷേരി ഇങ്ങനെയാണ്. ഇത് 1 ടച്ചാണ്. നിങ്ങളോടൊന്ന് പറയാനുള്ളത്, ഇതിൽ വെള്ളം വരണമെങ്കിൽ ഇത് പിടിച്ച് തിരിക്കുമെന്ന് വേണ്ട, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി. അതൊരു ജസ്റ്റ് സെക്കൻഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ആ വെള്ളം അതിൽ നിന്ന് നിന്നോളും. പിന്നെ വേറെ നമ്മൾ വന്ന് തിരിച്ച് ഇങ്ങനെ പിടിക്കാനൊന്നും നിൽക്കൊന്നും വേണ്ട. പിന്നെ ഇവിടുത്തെ ഒരു ഏരിയയ്ക്ക് ഇങ്ങനെയാണ്, നല്ല വൃത്തിയാണ്, ടോയ്ലറ്റ് ആയാലും എല്ലാം ഓക്കെയാണ്. സ്ലീപ്പർ ക്ലാസ്സിൻ്റെ അകംഭാഗം ഇങ്ങനെയാണ്. S1 79-80, അതായത് സൈഡ് അപ്പറും സൈഡ് ലോവറും തന്നെയാണെന്ന് കിട്ടിയത്. നല്ല കംഫർട്ടബിൾ ആയിരുന്നു അല്ലേ? നല്ല തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ പലരും ചോദിക്കുന്നുണ്ട് എന്താണ് ഉത്കൃഷ്ട കോച്ചും അതുപോലെ തന്നെ LHP കോച്ചും തമ്മിലുള്ള ഡിഫറൻറ്റ്. വേറൊന്നുമല്ല, സാധാരണ മറ്റേ പഴയ കോച്ചിലാണെങ്കിൽ 72 സീറ്റാണ് നമുക്ക്, അതായത് ബർത്തുകൾ ഉണ്ടാവുക. ഇതിൽ അതിനെക്കാളും വിട്ടെണ്ണം കൂടുതലുണ്ടാവും, അതായത് 80 എണ്ണം. നമുക്ക് എടുത്തപ്പോൾ തന്നെ 79-80 തന്നെ കിട്ടുകയും ചെയ്തു. അതെ. കുറച്ചും കൂടെ യാത്ര കംഫർട്ടബിൾ ആണ്. കാരണം ഉത്കൃഷ്ടയിൽ മാക്സിമം ട്രെയിൻ 110 km/h മാത്രമേ ഓടുള്ളൂ, അതിന്റെ മുകളിലേക്ക് പോവില്ല. ഇതിൽ അതിന്റെ മുകളിലേക്ക് ഓടാൻ വേണ്ടി സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്താ പറയുക, ഒരു വൈബ്രേഷൻ നമുക്ക് അനുഭവപ്പെടും. അതായത് 110 അടുത്തൊക്കെ ഓടുന്ന സമയത്തും നമുക്ക് ഉത്കൃഷ്ടൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ ഇങ്ങനെ തന്നെ നല്ല രീതിയിൽ വൈബ്രേറ്റ് ഉണ്ടാവും. ഇതിൽ അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാവില്ല, ജെർക്കിംഗ് ഉണ്ടാവും, പിന്നെ കോമൺ ആണ്. ഇതൊരു ക്യാബിൻ ഭാഗമാണ്. ഇവിടെ ഇതാ 3 ചാർജിങ് പോയിന്റുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സൈഡ് ലോവർ സൈഡ് അപ്പറിന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെയാണ്. അതുപോലെ തന്നെ നീലേശ്വരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് ഞങ്ങൾക്ക് ഒരാൾക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ ടിക്കറ്റ് ചാർജ് വന്നത് 145 രൂപയാണ്. ഞങ്ങൾ കറണ്ട് ബുക്കിംഗ് വഴി എടുത്തതാണ്. ഈ കോച്ചിന്റെ നിലവിലത്തെ ടോയ്ലറ്റൊക്കെ ഒന്ന് കാണണ്ടേ, നല്ല വൃത്തിയുള്ള അടിപൊളി ടോയ്ലറ്റാണ്. ഒരു വൃത്തികേടായിട്ട് തോന്നില്ല. നമുക്കിപ്പോൾ ഒരുപാട് ലോങ് ആയിട്ട് ഓടി വന്ന ഉത്കൃഷ്ട കോച്ചിൻ്റെ ഒക്കെ ടോയ്ലറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ വളരെയധികം മോശമായിട്ട് തോന്നുമല്ലോ. ഇത് വെസ്റ്റേൺ ടൈപ്പാണ്. ഇപ്പോൾ ടോയ്ലറ്റൊക്കെ അടിപൊളിയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം. 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വന്നത്. ഈ വന്ന ആ ഒരു ലോക്കോമോട്ടീവ് ഇവിടുന്ന് റിമൂവ് ആക്കിയിട്ടുണ്ട്. ഇതൊരു ഡെഡ് എൻഡ് റെയിൽവേ സ്റ്റേഷനാണ്. അതുപോലെ തന്നെ യാർഡൊക്കെ വരുന്നത് ഇവിടെയാണ്. മംഗളൂരു സെൻട്രൽ. ഇതുവഴി പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ ചെറിയൊരു റോഡൊക്കെ ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി ടൗൺ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു തൊട്ട് പുറത്തേക്ക് തന്നെയാണ്. നിരനിരയായി ബസ്സുകൾ പോകുന്നതാണ്. മുഴുവനും പ്രൈവറ്റ് തന്നെയാണ്. നല്ല വഴികളാണ്. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗം വരെ ബസ് സൗകര്യം അവൈലബിൾ ആണ്. മാംഗ്ലൂർ ക്ലോക്ക് ടവർ ആണിത്. 11:25 സമയം. അതിൽ കാണാം. ഉടുപ്പി ഭാഗത്തേക്ക് ഒരുപാട് ബസ്സുകളുണ്ട് ഇവിടുന്ന്. ഇത് തലപ്പാടി, അതായത് ബോർഡർ ഭാഗത്തേക്കുള്ള ബസ്സാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ക്ലോക്ക് ടവർ വരുന്നത്. അങ്ങനെ ഇതാ അവിടെ നിന്നൊക്കെ വീണ്ടും മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗത്തേക്ക് തന്നെ തിരികെയാണ്. ഇവിടെയാണ് പ്രീപെയ്ഡ് ടാക്സി കൗണ്ടറൊക്കെ വരുന്നത്. ഓട്ടോകളുടെ നിര തന്നെ നമുക്ക് അവിടെ കാണാം. നമ്മുടെ ഫ്ലാഗ് വരുന്നത് ഇവിടെയാണ്. ഞങ്ങളിനി തിരിച്ചു പോകുന്നത് നമ്മുടെ മംഗളൂരു തിരുവനന്തപുരം എക്സ്പ്രസ്സിന് തന്നെയാണ്. ആ ട്രെയിൻ ഇപ്പോൾ നിലവിൽ ഞങ്ങൾ ഈ കയറുന്ന ദിവസമൊക്കെ ഉത്കൃഷ്ട കോച്ചാണ്. അത് രാവിലെ മുംബൈയിൽ നിന്ന് ഇവിടെ വന്നെത്തിയതല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ ഇനിയിപ്പം പ്ലാറ്റ്ഫോമിൽ ടിക്കറ്റ് എടുത്തിട്ട് അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്തിട്ട് കയറണം. എന്നിട്ട് നമുക്ക് മത്സ്യഗന്ധേൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം. ഇന്ന് ഫെബ്രുവരി 17. ഇന്ന് മുതൽ മംഗളൂരു മുംബൈ ലോകമാന്യത്തിലേക്ക് മത്സ്യഗന്ധ എക്സ്പ്രസ് LHP ആയിട്ട് ഓടുകയാണ്. ഇത് ഇവിടുന്ന് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:20 പുറപ്പെടുന്നത്. ഇതാ നമ്മുടെ തൊട്ട് പുറകിൽ ഇതാ മത്സ്യഗന്ധ. നമ്മൾ നേരത്തെ കാണിച്ച അതേ ആ ഒരു കോച്ചിന്റെ ഭാഗം തന്നെയാണ്. ഇതിന്റെ തൊട്ട് താഴെയാണ് ആ ഒരു മറ്റേ ബോർഡ് ഉള്ളത്, നമ്മുടെ മംഗളൂരു തിരുവനന്തപുരത്തിന്റെ. അപ്പോൾ ഇതിന്റെ ലോക്കോമോട്ടീവ് ഇതാ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. ഈ റോഡ് ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള WP4.
അപ്പോൾ ഇതിൽ അൺറിസർവ്ഡ് ഒക്കെ ഓപ്പൺ ആയി ആൾക്കാരൊക്കെ കയറി തുടങ്ങി. മത്സ്യഗന്ധ എക്സ്പ്രസിന്റെ കോച്ചുകളുടെ എണ്ണം പറയാം. ഇതിനാകെ 4 അൺറിസർവ്ഡ് കോച്ചുകളാണ് ഉള്ളത്. മംഗളൂരു തിരുവനന്തപുരം എക്സ്പ്രസിന് ഒരു ലേഡീസ് കോച്ച് ഉണ്ട്, അതായിരുന്നു ഇത്. മത്സ്യഗന്ധയ്ക്ക് ഈ ലേഡീസ് കോച്ച് നോർമലി അൺറിസർവ്ഡ് തന്നെയാണ്. 8 സ്ലീപ്പർ ക്ലാസ്, 2 തേർഡ് AC എക്കണോമി, 4 തേർഡ് AC, 2 സെക്കൻഡ് AC, അങ്ങനെയാണ് ഇതിൻ്റെ കോച്ചുകളുടെ കണക്ക്. ഈ അൺറിസർവ്ഡ് കഴിഞ്ഞ ഉടനെ തന്നെ ഉള്ളത് പിന്നെ സെക്കൻഡ് AC ആണ്, A2. ഇവിടെ ഒരു WP7 ഒക്കെ ഉണ്ട്. മത്സ്യഗന്ധ എക്സ്പ്രസും നമ്മുടെ മംഗളൂരു തിരുവനന്തപുരം എക്സ്പ്രസും LHP ആവുന്നതിന് മുന്നേ ഇതിന് 11 സ്ലീപ്പർ ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ 8 ഉള്ളൂ. അതിൻ്റെ മെയിൻ റീസൺ 2 തേർഡ് AC എക്കണോമി കൂടുതൽ വന്നു, അതോടൊപ്പം തന്നെ ഒരു EOG വന്നു. അപ്പോൾ സ്ലീപ്പർ കുറഞ്ഞു. അൺറിസർവ്ഡിന്റെ എണ്ണത്തിലൊന്നും ഒരു കുറവുണ്ടായില്ല. ഫെബ്രുവരി 19 മുതലാണ് മംഗളൂരു തിരുവനന്തപുരം എക്സ്പ്രസ് LHP ആയിട്ട് വരിക. തിരുവനന്തപുരം നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് 16-ാം തീയതി മുതൽ LHP ആയിട്ട് കിട്ടിയത്. ഇതിൻ്റെ S10 കോച്ചാണ്. ഈ ഉത്കൃഷ്ട കോച്ചിലാണ് ഇനിയിപ്പോൾ നമുക്ക് യാത്ര ചെയ്യാനുള്ളത്. നമ്മൾ അൺറിസർവ്ഡ് ആയതുകൊണ്ട് തന്നെ മുൻഭാഗത്ത് പോയിട്ട് നമുക്ക് കയറുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. 2620 मंगलुरु सेंट्रल मुंबई लोकमान्य तिलक टर्मिनस मत्स्यगंधा सुपरफास्ट एक्सप्रेस अपने निर्धारित समय 14:20 प्लेटफॉर्म क्रमांक 4 से रवाना होगी. ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, ഉത്കൃഷ്ട കോച്ചും LHP കോച്ചും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ബെർത്തുകളുടെ എണ്ണമാണ്. ഇതിൽ 72 എണ്ണമാണ് ഉണ്ടാവുക. ഇതിൻ്റെ സ്ലീപ്പർ നല്ല ഇരുട്ടാണ്. ഇതിൻ്റെ അകത്തൊന്നും ആരും തന്നെ വന്നിട്ടില്ല. ഇതിൻ്റെ തൊട്ടപ്പുറത്തെ കോച്ച് തന്നെയായി. പിന്നെ നമുക്ക് കയറാനുള്ള അൺറിസർവ്ഡ്. മംഗലാപുരത്ത് നിന്ന് നീലേശ്വരം വരെ അൺറിസർവ്ഡിൽ ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 45 രൂപയാണ്. ഇനിയിപ്പോൾ ഇവിടെ കയറാം. 2014 മെയ്ഡ് കോച്ചാണിത്. അൺറിസർവ്ഡിൽ നല്ലൊരു സ്ഥലത്ത് തന്നെ നമുക്ക് സീറ്റൊക്കെ കിട്ടിയതാ. നമ്മുടെ തൊട്ട് ഇവിടെ തന്നെ മത്സ്യഗന്ധ എക്സ്പ്രസ് ഉണ്ട്. ഇതിൻ്റെ കന്നഡയിലുള്ളൊരു ബോർഡാണ്. ഇതിൻ്റെ അൺറിസർവ്ഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ കുറേ റേക്ക് ഷെയറിങ് പറഞ്ഞില്ലേ, അതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇന്നലെ രാത്രിക്ക് തിരുവനന്തപുരത്ത് നിന്ന് വിട്ട എക്സ്പ്രസ് ആണല്ലോ ഇന്ന് രാവിലെ മംഗലാപുരത്ത് എത്തിയത് 11 മണിക്ക്. അതേ ട്രെയിൻ തന്നെയാണ്. ബോർഡൊക്കെ മാറ്റി മുംബൈയിലേക്കുള്ള മത്സ്യഗന്ധ എക്സ്പ്രസ് ആയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് 2:20 പോകുന്നത്. മുംബൈയിൽ നിന്ന് ഇന്നലെ വൈകിട്ട് വിട്ട എക്സ്പ്രസ് ആണ് ഇവിടെ രാവിലെ എത്തും. മത്സ്യഗന്ധ എക്സ്പ്രസ് ഇവിടെ എത്തിയ ശേഷം ഇവിടെ നിന്ന് ഇതിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഈ നമ്മൾ കയറിയ ട്രെയിനിലെ അതാണ് നേരെ തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. അങ്ങനെ 2:20 മത്സ്യഗന്ധ എക്സ്പ്രസ് ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. നാളെ രാവിലെ ഇത് മുംബൈ ലോകമാന്യ തിലകിലെത്തും. രണ്ട് 28 മംഗളൂരു സെൻട്രലിൽ നിന്ന് ഇതാ നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. മംഗളൂരു സെൻട്രൽ വിജയപുര സ്പെഷ്യൽ.
മത്സ്യഗന്ധ എക്സ്പ്രസ് ഒക്കെ മംഗളൂരു ജംഗ്ഷനിലേക്ക് ഇതുവഴിയാണ് പോയത്. മംഗളൂരു സെൻട്രലിൽ നിന്ന് ജംഗ്ഷനിലേക്ക് പോകുന്ന ട്രാക്കാണിത്. ഇനി മംഗളൂരു ജംഗ്ഷനിൽ നിന്ന് കാസർഗോഡ് ഭാഗത്തേക്കുള്ള ആ ഒരു ട്രാക്ക് നമുക്ക് കാണാം. മംഗളൂരു ജംഗ്ഷൻ ഭാഗത്ത് നിന്ന് വരുന്ന ആ ഒരു ട്രാക്കാണത്. മടുക്കാവ് അങ്ങനെ നേത്രാവതി ക്യാബിനാണിത്. അങ്ങനെ നീലേശ്വരത്തെത്തി. ഇതാ ഇവിടുന്ന് ട്രെയിൻ എടുത്തിട്ട് പോവുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു അൺറിസേർവ്ഡിൽ. അങ്ങനെ ഇതും പോയി. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇങ്ങോട്ട് പോകുന്ന, അതായത് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനും LHP ആവും. നാളെ രാവിലെ ഈ ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തും. ഇന്ന് 17-ാം തീയതി നിങ്ങൾ ഇന്ന് കണ്ടുവല്ലോ. അതായത് നമ്മുടെ മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വണ്ടി ഉൾകൃഷി തന്നെയാണ് ഉള്ളത്. അപ്പോൾ പലർക്കും പല സംശയം വരും. എന്താണ് ഒരു ഭാഗത്തേക്ക് മാത്രമുള്ള വണ്ടി LHP, ഇങ്ങോട്ട് വരുന്ന വണ്ടി പഴയ കോച്ചുകൾ വെച്ച് ഓടുന്നതാണ്. അത് വേറൊന്നുമല്ല. ഇപ്പോൾ പുതുതായിട്ട് ഒന്നുമില്ല. ഈ 2 വണ്ടികൾ റേക്ക് ഷെയറിങ് പോകുന്ന വണ്ടിയാണ്. മത്സ്യഗന്ധി ആയാലും നമ്മളിപ്പോൾ യാത്ര ചെയ്ത വണ്ടിയായാലും. അപ്പോൾ ഇതിന് ടോട്ടലി 4 റേക്കുകളാണുള്ളത്. ഇതൊക്കെ വന്നത് തിരുവനന്തപുരത്താണുള്ളത്. അപ്പം തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന വണ്ടികളൊക്കെ LHP തന്നെയായിരിക്കും. മംഗലാപുരത്ത് എത്തിയ ശേഷം അത് വീണ്ടും മുമ്പിലേക്ക് പോയിട്ടാണല്ലോ വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നലെ, അതായത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന 17-ാം തീയതി, 16-ാം തീയതി പുറപ്പെട്ട വണ്ടി ഇവിടെ 17-ന് മംഗലാപുരത്ത് എത്തിയിട്ട് അത് മത്സ്യഗന്ധിയായിട്ട് ഇന്ന് പോയി. അപ്പോൾ 18-ന് അവിടെ എത്തും. 18-ന് അവിടെ എത്തിയിട്ട് 18-ന് വൈകിട്ടാണ് അവിടുന്ന് മത്സ്യഗന്ധി തിരിച്ച് മംഗലാപുരത്തേക്ക് വരുന്നത്. 19-ന് മുതൽ മംഗലാപുരത്ത് നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുന്ന എക്സ്പ്രസ് LHP ആയിട്ട് ഓടും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക അപ്ഡേഷൻ എന്ന് പറയുന്നത്. രാവിലെ എവിടെ നിന്നാണോ വീഡിയോ തുടങ്ങിയത് അവിടെ തന്നെ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ലോഡ് വന്നിട്ടുണ്ട്. അതായത് ഇതിൽ മുഴുവനും റേഷനറിയാണ്. ഇവിടെ FCI ഉണ്ട്, അതങ്ങ് അവിടെയാണ്. ഇനിയിപ്പോൾ അവർ അവിടത്തേക്ക് ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ട് തന്നെ ഒരുപാട് ലോറികളും വന്നിട്ടുണ്ട്. നീലേശ്വരത്താകെ 3 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ദേ ഒരു ഗുഡ്സ് കടന്ന് വരികയാണ്. ഈ പോകുന്ന ഗുഡ്സ് ഇല്ലേ, ഇതിൻ്റെ അകത്തുണ്ടല്ലോ കാറുകളാണ് ഉണ്ടാവുക. കാറുകളോ ബൈക്കുകളോ അങ്ങനെ ഏതെങ്കിലും ഉണ്ടാവും. അതിൻ്റെ അകത്തുണ്ട്, കാണുന്നുണ്ട്. ആ ഒരു പ്രകാശത്തിൽ ചെറുതായി തിളങ്ങുന്നുണ്ട്. അപ്പം അതും ഇതുവഴി ഇതാ കടന്നു പോവുകയാണ്. ഞങ്ങൾ ഈ ട്രെയിൻ LHP ആയതിനു ശേഷം മംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് എന്തായാലും വൈകാതെ തന്നെ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വണ്ടിനെ കണ്ണൂർ എക്സ്പ്രസ് എന്നാണ് മുൻപേ പറയുന്നത്. കാരണം പണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ ഉണ്ടായ ഒരു വണ്ടിയാണ്. പിന്നീടാണല്ലോ മംഗലാപുരത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്. അപ്പോൾ ഈ വണ്ടിയും കൂടെ LHP ആയ സ്ഥിതിക്ക് നമ്മുടെ മാവേലിയും മലബാറും പരശുറാമും ഏറനാടും വെസ്റ്റ് കോസ്റ്റും നമ്മുടെ എന്താ പറയുക ചെന്നൈ മെയിലും എല്ലാം LHPയിലേക്ക് മാറട്ടെ എന്ന് തന്നെ പറയാം. പക്ഷെ നമുക്ക് എന്ത് വന്നാലും എന്താ പറയുക ആ ഒരു പഴയ കോച്ചുകളില്ല, ആ ഒരു നെസ്റ്റ് ഉണ്ട്. പക്ഷെ എങ്കിലും നമുക്ക് സേഫ്റ്റി ആണല്ലോ ഇപ്പം എന്താ പറയുക മുഖ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്തായാലും നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ യാത്ര എല്ലാവർക്കും ചെയ്യേണ്ടതുണ്ട്. അതിൽ പറയാനുള്ളത് ഈ കോച്ചുകൾ ഇപ്പോൾ വന്ന വണ്ടീൻ്റെ കോച്ചുകൾ എല്ലാം പുതിയ കോച്ചുകൾ തന്നെ, ഒന്നും പഴയ കോച്ചുകളായിട്ട് അധികം പറയാനില്ല. എല്ലാം നല്ല വൃത്തിയുള്ള അടിപൊളി കോച്ചുകൾ. അതായത് കുറേ ആൾക്കാർ പറയും എന്താ പറയുക ബീഹാറിലേക്കാണ് കുറെ കൊടുക്കുന്നത്, നമുക്ക് നോർത്ത് ഇന്ത്യയിലേക്കാണ് കൊടുക്കുന്നത്, നമുക്ക് ഏതെങ്കിലും എന്താ പറയുക തേഞ്ഞു പോയി ഇട്ട സംഭവമാണ് തരുന്ന പറയും. പക്ഷെ എനിക്ക് ഈ ഒരു കോച്ച് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. നല്ല കോച്ച് തന്നെയാണ്. അപ്പോൾ എന്താ പറയുക ഈ ഒരു ചെറിയൊരു യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ മറ്റു സംഘടനയിലേക്കും ബൈ.